എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. റിഞ്ചു അച്ഛന്റെ ഒരു ചെറിയ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടു, സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു ചെറിയ കാര്യം, പരിശുദ്ധ മദ്ബഹായിൽ ധൂപക്കുറ്റി വീശി താഴേക്ക് വരുമ്പോൾ ശുശ്രൂഷകർ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു പ്രധാന വിശുദ്ധമായ വസ്തുവിന് ധൂപം അർപ്പിക്കാൻ മറന്നുപോകും. അത് വേറെ ഒന്നുമല്ല, പരിശുദ്ധ മാമോദിസ തൊട്ടിയാണ്. എന്തുകൊണ്ടാണ് മാമോദിസ തൊട്ടിക്ക് ധൂപം അർപ്പിക്കണം എന്ന് പറയുന്നത്? സഭയുടെ ഗർഭപാത്രമാണ്, നമ്മുടെ അമ്മയ്ക്ക് തുല്യമായ സ്ഥാനമാണ്. ഇതിൽ കൂടിയാണ് നമ്മൾ ക്രിസ്തുവിൽ ജനിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യമായതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് 2 സ്ഥലങ്ങളിൽ വെക്കും, ഇവിടെയും അവിടെയും വെക്കാറുണ്ട് ചിലപ്പോൾ പള്ളികളിലൊക്കെ. അത് സാഹചര്യത്തിനനുസരിച്ചാണ്. ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മദ്ബഹായിൽ ധൂപക്കുറ്റി വീശി താഴെ വരുമ്പോൾ 1ാമത്തെ പടിയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ വീശണം. അതിനുശേഷമേ ഉള്ളൂ ബാക്കി ആരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ഞാൻ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുക. മദ്ബഹായിൽ നിന്ന് ധൂപക്കുറ്റി വീശി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വാസ്തവത്തിൽ ഈ ധൂപക്കുറ്റി വീശല് തന്നെ പുതിയ നിയമത്തിൽ എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഇതെല്ലാം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന സംസ്കാരമാണ്, യഹൂദന്മാരുടെ ആചാരങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇവകൾക്കൊന്നും പുതിയ നിയമസഭയിൽ യാതൊരു സ്ഥാനവുമില്ല. ഇവകളെല്ലാം പഴയ നിയമത്തിൽ നിഴലായിരുന്ന കാര്യങ്ങളാണ്. അവകളുടെ എല്ലാം കാലം കഴിഞ്ഞു. ഇനി അവകൾ നമ്മൾ ചുമന്നു നടക്കേണ്ടതിന് യാതൊരു കാര്യവുമില്ല. ഈ പുരോഹിതന്മാരുടെ പൗരോഹിത്യ വേഷവും പള്ളിയുടെ മധുബകയും മറ്റിതര പരിപാടികളും ഒന്നും വചനത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. ഇവകളൊക്കെ നമ്മൾ പിന്നെ അതത് കാലങ്ങളിൽ ജീവിച്ചു വന്ന സംസ്കാരങ്ങളെ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കുറെ സംവിധാനങ്ങളാണ്. ഇവകളൊന്നും വചനപ്രകാരമുള്ളതല്ല എന്ന വസ്തുത നമ്മൾ നിശ്ചയമായും അറിഞ്ഞിരിക്കണം. ഏതായാലും അച്ഛൻ ഇവിടെ വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് മധുബകയിൽ നിന്ന് ധൂപം വീശി താഴേക്ക് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ സ്നാനത്തൊട്ടി കൂടി ഒന്ന് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത് മാമോദിസ തൊട്ടി. മാമോദിസ തൊട്ടി കൂടി ഒന്ന് ഒഴിഞ്ഞു വേണം വരാൻ, അല്ലെ? ആരതി ഒഴിയുന്നത് പോലെ. എന്തിനാണെന്ന് എനിക്കറിയില്ല. അതിന് ഒഴിഞ്ഞു വേണം വരാൻ. നല്ല കാര്യമാണ്. അപ്പോൾ അത് അച്ഛന്റെ വിശ്വാസമാണ്. ഇതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ചില സ്ഥാപനങ്ങളുടെ പരസ്യം പറയുന്ന പോലെ ഇതിന് മറ്റ് ബ്രാഞ്ചുകളില്ല എന്ന് പറയുന്ന പോലെ റിഞ്ചു അച്ഛൻ പറയുന്ന ഈ വിശ്വാസ പ്രമാണങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. അത് അച്ഛന്റെ മാത്രം സാധനമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചുമക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ബൈബിളിൽ ഏതായാലും സ്ഥാനമില്ല എന്നുള്ളതൊന്ന് പറഞ്ഞു പോവുക മാത്രമാണ് റിഞ്ചു അച്ഛന്റെ സമകാലീനൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാനുണ്ട്. ഞാനത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അനേകർ കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്ന് അവരുടെ ഫോൺ കോളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഇവർ ക്രിസ്തുവിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ ഈ ഭൂമിയിൽ സുവിശേഷകനായി ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുവാൻ തീർത്തും തയ്യാറാകുന്നത്. ചിലർക്കെങ്കിലും ഇത് മനപ്രയാസം ഉണ്ടാക്കുന്നു എന്ന് എനിക്കറിയാം. സാരമില്ല, ഞാനിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണ്. സ്നാനത്തൊട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ മാമോദീസ തൊട്ടിയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് ഇത് സഭയുടെ ഗർഭപാത്രമാണ്. ആലങ്കാരിക ഭാഷയിൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ സ്നാനത്തൊട്ടിയിലൂടെ അല്ല ഒരു പ്രസവം നടക്കുന്നത്. പ്രസവം നടക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോഴാണ്. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഉള്ളുകൊണ്ട് ഒരാൾ ക്രിസ്തുവിലായ ശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്ന ശേഷം, കർത്താവിന്റെ മക്കളായ ശേഷമാണ് അകത്ത് നടന്നതിന്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ മാത്രമാണ് ഈ സ്നാനം എന്ന് പറയുന്ന ഒരു കൂദാശ. അല്ലാതെ അതിന് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടെന്ന ആവശ്യമില്ല. ഇവിടെ ഗർഭപാത്രം എന്ന് പറയുന്നത് കൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് സൂചിപ്പിച്ചാൽ തെറ്റില്ല. മാമോദീസ തൊട്ടിക്ക്, കുരിശിന്, മറ്റിതര ഫിറ്റിംഗ്സിനൊന്നും ക്രിസ്തുവിനോളം പ്രാധാന്യമില്ല. ആ വസ്തുത നമ്മൾ ഒരിക്കലും മറക്കരുത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ വഴിപിഴപ്പിക്കുന്നതാണ് ഇത്തരം ഉപദേശങ്ങളെല്ലാം. എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയുന്നത് അത് നമ്മുടെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങ് പോവുകയാണ്, തള്ളാണെന്ന് വേണമെങ്കിൽ പറയാം. അത് അങ്ങോട്ടങ്ങ് പോവുകയാണ്. ഇതേ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സന്യാസിയുടേത് കേട്ടു. അത് കേട്ട് ഞാൻ ചിരിച്ചുപോയി. അദ്ദേഹം പറയുന്നത് രസകരമായ ഒരു കാര്യമാണ്. ഒന്ന് അതുകൂടി ഒന്ന് കേട്ടേക്കാം. പശു ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പറയുന്നുണ്ടെങ്കിൽ നാവ് ഉണ്ടാവും, അല്ലാണ്ട് എന്തുകൊണ്ടാ പറയാൻ പറ്റണോ? നാവ് കൊണ്ടല്ലേ പറയാൻ പറ്റും. പശു ഇറച്ചി കഴിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നാവ് കൊണ്ട്. അതിന്റെ സയന്റിഫിക് വശം അറിഞ്ഞാൽ കൊള്ളാം. അവതാരങ്ങളിൽ മത്സ്യം കഴിക്കാം. അവതാരങ്ങളിലല്ല, മത്സ്യം കഴിക്കാം എന്നുണ്ടെങ്കിൽ പശു ഇറച്ചി എന്തുകൊണ്ട് നിഷിദ്ധമാണ്? പശു ഇറച്ചി കഴിക്കണം എന്നുള്ളവർ കഴിച്ചോളൂ, കഴിക്കേണ്ടെന്ന് ചെയ്യാൻ ഒരു സമയം പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാ, നമുക്കത് സങ്കല്പിക്കാൻ കഴിയാത്തതാണ് പശുവിന്റെ ഇറച്ചി മനുഷ്യൻ കഴിക്കുക എന്നുള്ളത്. പക്ഷെ മറ്റൊരാൾ കഴിക്കുന്നതിനെ തടയാൻ എനിക്ക് അധികാരമുണ്ടോ?
ഇല്ല, എനിക്ക് അധികാരമില്ല, അവിടെ കഴിക്കണം എന്നുള്ളത് കഴിച്ചോളൂ. പക്ഷേ നമ്മുടെ സംസ്കൃതി, ഈ ഭാരതം പശുവെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മാതൃസ്ഥാനത്താണ്. ശ്രീനാരായണ ഗുരുദേവനോട് ഈ ചോദ്യം ചോദിച്ചു. ഗുരുദേവൻ മറിച്ച് ചോദിച്ചു, അമ്മ ജീവനോടുണ്ടോ മരിച്ചോ? മരിച്ചുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? കറി വെച്ച് കഴിച്ചോ അല്ല വരട്ടിയോ? എന്താ ചെയ്തേ? നമ്മളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായപ്പോ 99.9% പേർക്കും നമ്മുടെ അമ്മമാര് മുലപ്പാല് തന്ന് വളർത്തി. വളരെ ചുരുക്കം ചിലർക്ക് മുലപ്പാൽ ഉണ്ടാവാറില്ല. വളരെ ചുരുക്കം ചിലർ അമ്മ ആരെന്ന് അറിയാണ്ട് വളർന്നവരും ഉണ്ടാവും. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ മുലപ്പാല് ഒന്നുകിൽ കുറയും, അല്ലെങ്കിൽ പറ്റും, അല്ലെങ്കിൽ അമ്മ വീണ്ടും ഗർഭിണിയാവും. ഏതായാലും കുഞ്ഞിന് പാല് നിൽക്കും. ഒന്ന്. രണ്ടാമത്തെ വ്യവസ്ഥ, കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അമ്മയുടെ പാല് മാത്രം പോരാ എന്നുള്ള അവസ്ഥയും വന്നു ചേരും. ഈ രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളിലും മനുഷ്യൻ ഏറ്റവും യോജിക്കുന്ന പാല് പശുവിന്റെ പാലാണ്. വളരെ ഔഷധ ഗുണമുള്ളതാണ് ആട്ടുംപാല്, ഇല്ല എന്നാരും പറയില്ല. പല ഔഷധ ഗുണങ്ങളുണ്ട് കഴുതപ്പാലിന്, ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട് കഴുതപ്പാലിന്, ഒട്ടകപ്പാലിന്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷേ മനുഷ്യൻ ഏറ്റവും യോജിക്കുന്ന പാലെന്ന് പറഞ്ഞാൽ പശുവിൻ പാൽ. അപ്പൊ നമുക്ക് സാമാന്യമായിട്ട് നമുക്കൊക്കെ അമ്മ എന്താ തന്നത്, ഇരിക്കുന്നവർക്കൊക്കെ എന്താ തന്നത്? പശുവും പാലാ, അല്ലേ? അത് കഴിച്ചിട്ടല്ലേ നമ്മൾ വളർന്നേ. അപ്പൊ നമ്മുടെ വളർത്തമ്മ ആരാ ശരിക്ക്? ആരാ? നമ്മുടെ പെറ്റമ്മ, പോറ്റമ്മ. പെറ്റമ്മ അമ്മ, പോറ്റമ്മ പശു. സാമാന്യമാണ്. ലോകത്തിൽ ഏത് രാജ്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഏത് മതവിശ്വാസികൾക്കടക്കം ഇങ്ങനെ തന്നെയാണ്. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസം ഒന്നുമില്ല. നമ്മുടെ ഒക്കെ പോറ്റമ്മ പശുവാണ്. ഒരു തരത്തിലും പശുവിന്റെ പാല് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ചില പാല് ഉണ്ടാക്കാം. ഈ ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്. പക്ഷെ മൂപ്പർ അത് പതുക്കെ നൈസായിട്ട് അതിനെ ഇല്ലാതാക്കി കളയുകയാണ്. എന്തുകൊണ്ടാണ് പശു കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? വാ കൊണ്ടാണെന്ന് പറയുന്നത് അർത്ഥമല്ല, അതിന് മറുപടിയാണ് വേണ്ടത്. എന്തുകൊണ്ട് കഴിച്ചുകൂടാ, അതിനും വാ കൊണ്ടാണെന്ന് പറയുന്ന കാര്യമില്ല. കൃത്യം മറുപടി പറയാം. ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്, അവതാരങ്ങളായ മത്സ്യം കഴിക്കാം, പിന്നെ എന്തുകൊണ്ട് പശുവിനെ കഴിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ലോജിക്ക് ഇതാണ്. അവതാരങ്ങളിൽപ്പെട്ട, ദശാവതാരങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ ഈ പറഞ്ഞ മത്സ്യം, മറ്റൊന്നാണല്ലോ കൂർമ്മം അല്ലെങ്കിൽ ആമ. ഇതൊക്കെ കഴിക്കാം, പിന്നെ എന്തുകൊണ്ട് പശുവിനെ കഴിച്ചുകൂടാ? അപ്പൊ പശുവിനെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ദശാവതാരത്തിൽ പെട്ടത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ലോജിക്കലി കൊള്ളാന്നുള്ളത് കൊണ്ടായിരിക്കും ആ ചോദ്യം അങ്ങനെ വന്നത്. അപ്പൊ മൂപ്പര് പതുക്കെ അതിനെ നൈസായിട്ട് തള്ളി മാറ്റിയിട്ട് അതിനെ മറിച്ച് പുള്ളിയുടെ ഐഡിയ പറയാം. ഇനി അദ്ദേഹത്തിന്റെ ആശയം നമുക്ക് കേൾക്കാം. മാമോദീസ തൊട്ടി സഭയുടെ ഗർഭപാത്രമാണ്, അത് സഭയുടെ അമ്മയാണ് എന്ന് മൂപ്പര് പറയുന്നത് പോലെ, അതുകൊണ്ട് ഒന്നാം പടിയിൽ നിന്ന് ധൂപം വീശണം എന്നൊക്കെ പണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു സാധനമാണ് ഇവിടെ സന്യാസി പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, ഒരാൾ പശുവിനെ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം നോക്കാം. ചില കഴിയുമ്പോ നമുക്ക് സാമാന്യമായിട്ട് നമുക്കൊക്കെ അമ്മ എന്താ തന്നത്, ഇരിക്കുന്നവർക്കൊക്കെ എന്താ തന്നത്? പശുവും പാലാ, അല്ലേ? അത് കഴിച്ചിട്ടല്ലേ നമ്മൾ വളർന്നേ. അപ്പൊ നമ്മുടെ വളർത്തമ്മ ആരാ ശരിക്ക്? ആരാ? നമ്മുടെ പെറ്റമ്മ, പോറ്റമ്മ. പെറ്റമ്മ അമ്മ, പോറ്റമ്മ പശു. ഇതിനെ തടയാൻ എനിക്ക് അധികാരമുണ്ടോ? ഇല്ല, എനിക്ക് അധികാരമില്ല, അവിടെ കഴിക്കണം എന്നുള്ളത് കഴിച്ചോളൂ. പക്ഷേ നമ്മുടെ സംസ്കൃതി, ഈ ഭാരതം പശുവെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മാതൃസ്ഥാനത്താണ്. അപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് സ്വാമിജിയുടെ ധാരണ. നമ്മൾ പാല് കുടിച്ചു, അതുകൊണ്ട് പശു നമ്മുടെ അമ്മയാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി വളർന്നു വരുന്ന പിള്ളേർക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന മുരളികയുടെ പാലാണ്, അപ്പൊ ഇവർ ഏതിനെ അമ്മ എന്ന് വിളിക്കും എന്നെനിക്ക് അറിയില്ല. മിൽമയുടെ പാലാണ്, അപ്പൊ ഏതിനെ അമ്മ എന്ന് വിളിക്കും എന്നെനിക്ക് അറിയില്ല. അത് അവരുടെ ഇഷ്ടം പോലെ പറയട്ടെ. ഇതിന് നമുക്ക് ബോധം വരുത്തുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യം. ഓരോരുത്തർക്ക് തോന്നുന്നത് ചെയ്തേ പറ്റത്തുള്ളൂ. മൂപ്പർക്ക് നല്ല ബോധ്യമുണ്ട്. ചിലയിടങ്ങളിൽ ആടിന്റെ പാല് കുടിക്കുന്നു, ചിലയിടങ്ങളിൽ കഴുതപ്പാൽ കുടിക്കുന്നു, ചിലയിടങ്ങളിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നു. അപ്പൊ ഇതിന്റെ ചോദ്യം വരുമെന്നുള്ളത് കൊണ്ടാണ് പുള്ളി പതിയെ അതിനെല്ലാം മറച്ചു പിടിച്ചിട്ട് ഇന്ത്യയിൽ നമ്മൾ പശുവിന്റെ പാല് കുടിക്കുന്നത് കൊണ്ട് പശു പോറ്റമ്മയാണ്, പശുവിന്റെ മൂത്രം കുടിക്കുന്നതിന് എന്തോ പറയും ന്യായം, അല്ലെ? അപ്പൊ ഇതൊക്കെ ചുമ്മാ ലോജിക്കലി ഗുണം കെട്ട കാര്യമാണ്. ഇതൊന്നും ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആൾക്കാർക്ക് ദഹിക്കുന്ന കാര്യമല്ല. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഉതകുന്ന കാര്യങ്ങളൊന്നുമല്ല. കുഞ്ഞുങ്ങൾ എത്രയോ പേര് പാല് കുടിക്കാതെ വളരുന്നു. ലാക്ടോജനോ പിന്നെ സെറിലാക്കോ ഒക്കെ കുടിച്ചിട്ട് എത്ര പിള്ളേർ വളരുന്നു. അപ്പോ അതിനെയൊക്കെ അതിന്റെ കമ്പനിക്കാരെ അപ്പാ അമ്മ എന്നൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ടോ? വിവരക്കേടുകൾ വിളമ്പുന്നത് ഒരുപാട് കാലം സമൂഹത്തിൽ നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാലമൊക്കെ കഴിയും. ഇതുപോലാണ് നമ്മുടെ അച്ഛൻ പറയുന്നത്, സ്നാനത്തിൽ അല്ലെങ്കിൽ മാമോദീസ തൊട്ടി എന്ന് പറഞ്ഞാൽ സഭയുടെ ഗർഭപാത്രമാണ്. അതുകൊണ്ട് അതിന് വേറെന്തൊക്കെയോ പ്രാധാന്യമുണ്ട്, അതിന് ധൂപം വീശണം, അതിനെന്തൊക്കെയോ ചെയ്യണം. വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് ജനത്തെ കബളിപ്പിക്കുന്ന ഒരു പൈശാചിക തന്ത്രമാണ്. ഇതിനെ കൃത്യമായി ദൈവജനം തിരിച്ചറിയണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത്.
നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ തക്കവണ്ണം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള എരിവോടെ എരിയുകയാണ്. കാരണം പൗലോസ്ലീഹൻ കൊരിന്തിലെ ജനത്തെ രക്ഷയിലേക്ക് നടത്തി ക്രിസ്തുവിൽ ഉറപ്പിച്ചിട്ട് പൗലോസ് ഒരു യാത്ര പോയി മടങ്ങി വരുമ്പോൾ ജനം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വെടിഞ്ഞ് മറ്റു പലതിനോടും അവർ ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി. ക്രിസ്തുവിന് പകരം കുരിശിലേക്കാണെന്ന് വെച്ചോളൂ, ക്രിസ്തുവിലേക്ക് പകരം അവരുടെ കുപ്പായത്തിലാണെന്ന് വെച്ചോളൂ, ക്രിസ്തുവിന് പകരം ശുശ്രൂഷയിലാണെന്ന് വെച്ചോളൂ, ക്രിസ്തുവിന് പകരം പള്ളിപ്പണിയിലാണെന്ന് വെച്ചോളൂ. ക്രിസ്തുവിന്റെ മക്കളായി തുടരുക, ക്രിസ്തുവിന് കൊടുക്കേണ്ട പ്രാധാന്യം മറ്റു പലതിലേക്കായി അവർ പകുത്തു കൊടുക്കാൻ തുടങ്ങിയത് പൗലോസ്ലീഹന് പ്രതിസന്ധിയായി. പൗലോസ് പറയാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും, ഹോൾ ഹാർട്ടഡ്നെസ് എന്നാണ് ഇവിടെ പറയുന്നത്. പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു സൂചി കുത്താനുള്ള ഇടം പോലും മറ്റൊന്നിനു വേണ്ടി മാറ്റിവെക്കാതെ പൂർണ്ണമായി ക്രിസ്തുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ആ ഏകാഗ്രം എന്ന വാക്കിന്റെ അർത്ഥം. നിർമ്മലത എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. മറ്റൊന്നും അതിൽ ഉൾപ്പെടുത്താത്ത വിധം മറ്റെല്ലാത്തെയും ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മാത്രം എന്നൊരർത്ഥമാണ് അതിൽ വരിക. പക്ഷേ ക്രിസ്തുവിന് പകരം മാമോദീസ തൊട്ടി, ക്രിസ്തുവിന് പകരം കുമ്പസാരക്കൂട്, ക്രിസ്തുവിന് പകരം മധുബഹ, ക്രിസ്തുവിന് പകരം കർട്ടൻ, ക്രിസ്തുവിന് പകരം ധൂവക്കുറ്റി, ക്രിസ്തുവിന് പകരം പള്ളിയും സെറ്റപ്പുകളും, ക്രിസ്തുവിന് പകരം സംവരണം, ഇങ്ങനെ ക്രിസ്തുവിന് കൊടുക്കേണ്ടെന്ന കോൺസെൻട്രേഷൻ എന്ന് പറയാൻ ഒക്കില്ല. ക്രിസ്തുവിന് കൊടുക്കേണ്ട ഹോൾ ഹാർട്ടഡ്നെസ്, പൂർണ്ണ ഹൃദയം മാറ്റി പലയിടത്തായി പകുത്തു കൊടുക്കുക. ഇതിന്റെ കച്ചവടക്കാരാണ് ഇമാതിരിയുള്ള അച്ഛന്മാര് തന്നെ. ഇവരെ കുറിച്ചാണ് പറയുന്നത്, ഇവർ കള്ളയപ്പോസ്തലന്മാർ, ഇവർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. സെയിം ചാപ്റ്റർ 13 തൊട്ട് താഴോട്ട് വായിച്ചു നോക്കിയാൽ മതി. അത് ഈ അച്ഛന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഈ റിഞ്ചു അച്ഛൻ പറയുന്നത് 100% വചനവിരുദ്ധമായ കാര്യമാണ്. ഇക്കാര്യം കൃത്യമായി തിരിച്ചറിയുവാൻ ദൈവജനത്തിന് കഴിയണം. നമുക്കാവശ്യം പള്ളിയെക്കാളും ധൂപക്കുറ്റിയെക്കാളും കുമ്പസാരക്കൂടിനേക്കാളും അവിടുത്തെ മറ്റേത് സാധനത്തെക്കാളും പ്രാധാന്യം കർത്താവായ യേശു ക്രിസ്തുവിനാണ്. പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു കൂദാശകൾക്കും ക്രിസ്തുവിനോളം പ്രാധാന്യമില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇതിന്റെ കൊണ്ടു നടന്ന് ധൂപം കറക്കിയത് കൊണ്ടോ ആരതി കറക്കിയത് കൊണ്ടോ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് പ്രത്യേകത വരുന്നില്ല എന്ന വസ്തുത തിരിച്ചറിയണം. ക്രിസ്തുവിനോടുള്ള ബന്ധം സൂക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റു തര കൂദാശകളുടെ പുറകെ നടന്ന് കർത്താവുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുക, വചനം തിരിച്ചറിയുക, ആരും പറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.